ഇന്ന് സാത്താന് നമ്മുടെ വിശുദ്ധി നശിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട്. പ്രത്യേകിച്ച് ജഡത്തിൻ്റെ മേഖലയിൽ നമ്മളെ തളച്ചിടാൻ ഒരുപാട് വഴികളുണ്ട്. ഇന്ന് പണ്ടത്തെ പോലെയൊന്നും അല്ല, ഒരു ഫോൺ കൈ കിട്ടിയാൽ മതി, കൈ കൊടുത്താൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങൾ മുതൽ ജഡത്തിൻ്റെ ആസക്തിയുടെ മേഖലകളിൽ സാത്താൻ എങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂ ഫിലിംസ്, സ്വയംഭോഗം, സ്വവർഗഭോഗം, മദ്യപാനം, മറ്റ് ലഹരിയുടെ ഉപയോഗങ്ങൾ, വ്യഭിചാരം, LGBTQ++++, ഇങ്ങനെ ജഡത്തിൻ്റെ മേഖലകളിൽ സാത്താൻ മനുഷ്യനെ ഇങ്ങനെ ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് വിശുദ്ധിയിൽ വളരണമെന്നും ഈ തഴക്കദോഷങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും ചെയ്തു പോകുന്ന പാപങ്ങളിൽ നിന്ന് കരകയറി വരണമെന്ന്. വചനം എന്താ പറയുക? ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമത്രേ. നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ജഡമോഹങ്ങളിലേക്ക് വീഴാനാണ് എപ്പോഴും ആഗ്രഹം. നമുക്ക് കയറി വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടിയേ തീരൂ. യോഹന്നാൻ 14:16, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അയച്ചു തരികയും ചെയ്യും. നമ്മൾ ആ സഹായകനായ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കണം. ഈ ദുരാത്മാവിനെ, ഈവിൾ സ്പിരിറ്റിനെ മറികടക്കണമെങ്കിൽ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, വിടുതലിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് നിറയണം. ഈശോ പിശാചുക്കളെ ബഹിഷ്കരിച്ചിരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടാണ്. ആ ആത്മാവിൽ നമ്മൾ നിറയപ്പെടണം. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും അച്ഛൻ പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടേണ്ട ഒരു കാലഘട്ടമാണിത്. ക്രൈസ്തവർ ഒത്തിരി ഇടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയണം, നിറയണം, നിറയണം. നമ്മളുടെ ബലഹീനതകൾക്കെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ, ആത്മാവിനും മനസ്സിലെല്ലാം നിറയപ്പെട്ടേ പറ്റൂ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ കണ്ണടച്ചിട്ട് നിങ്ങളും പറയണം, ഒരു 7 പ്രാവശ്യമെങ്കിലും മിനിമം പറയണം, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ. ഈ സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ നിങ്ങളുടെ ആത്മാവിനും മനസ്സിലും ഹൃദയത്തിലും ഒക്കെ കരുത്ത് ലഭിക്കട്ടെ. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കൂ.